ഉത്തരാഖണ്ഡ് ധരാലിയിലെ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഗംഗോത്രിയിൽ കുടുങ്ങിയ 22 മലയാളികളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. ഗംഗോത്രിയിൽ നിന്ന് സൈന്യത്തിന്റെ ഹെലികോപ്റ്ററിലാണ് ഇവരെ ഉത്തരകാശിയിൽ എത്തിച്ചത്. ക്ലൈമറ്റ് ആകെ മോശമായിരുന്നു. പിന്നെ മിലിറ്ററി പറഞ്ഞിട്ട് ഹെലിപ്പാഡിൽ അവർ എത്തിയത്. പിന്നെ അവരുടെ സപ്പോർട്ട് ഞങ്ങൾ ഇത്ര എത്തി. 15-20 മിനിറ്റ് നേരത്തെ എത്തുമെങ്കിൽ ഞങ്ങളതിൽ പെടുമായിരുന്നു. ഭാഗ്യത്തിന് വേറൊരു അമ്പലത്തിൽ ഞങ്ങൾ തൊഴാൻ പോയപ്പോഴാണ് ഇങ്ങനെ സംഭവം അറിഞ്ഞത്. അപ്പോൾ പിന്നെ അവിടെ തന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്തു. അതിൽ സ്പോട്ടിൽ എല്ലാവരും എത്തിക്കാനും ഒരു കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു. മിലിറ്ററിക്കാരോട് ബിഗ് സല്യൂട്ട് പറയാതെ വയ്യ. 300 മീറ്ററോളം ഏതാണ്ട് ഒരു 10-15 ഫീറ്റോളം മഡ് നിറഞ്ഞിരിക്കുക. ആ റോഡ് അങ്ങനെ തകർന്നിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെയാണ് ഈ ആർമി ഒഫീഷ്യൽസിനെ ഞങ്ങളെ എത്തിച്ചിരിക്കുന്നത്. ടെമ്പററി പാലം ഉണ്ടാക്കി അതിൽ കൂടെയാണ് ഞങ്ങൾ റോഡിലേക്ക് എത്തിച്ചത്. വെറും പുഴ മാത്രമേ ഉള്ളൂ. കുറേ ഒരു കാറൊക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഭയങ്കര കാണാൻ വയ്യ. നമുക്ക് വളരെ വിഷമം തോന്നുന്നൊരവസ്ഥയാണ് അത്. ഈ ഇൻസിഡൻറ്റ് നടന്ന സ്ഥലത്ത് മാത്രം ഒരുപാട് അങ്ങോട്ട് നദിയിലേക്ക് അങ്ങോട്ട് പോയി. ഗംഗോത്രി ഫ്ലാറ്റായി. 22 മലയാളികളും ബാക്കി ഞങ്ങളുടെ ബസ്സിൽ തന്നെ കിച്ചൺ അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണത്തിൻ്റെ അവർ 4 പേരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ ഇതിൻ്റെ ഗൈഡായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. പിന്നെ ബസ്സിൻ്റെ ഒരു മാനേജറുണ്ടായിരുന്നു. വീട്ടിലെ സാറ്റലൈറ്റ് മെസ്സേജ് കൊടുത്തിരുന്നു. പിന്നെ ഇവിടെ ഇറങ്ങിയ പിന്നെ ഹെലിപ്പാഡിൽ ഇറങ്ങിയ പിന്നെ അപ്പോൾ നമ്പറൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇൻഫർമേഷൻ കൊടുത്തു. ഫോണൊക്കെ ഓഫായിരുന്നു. പിന്നെ അവിടെ മിലിറ്ററി ക്യാമ്പിൽ പോയിട്ട് സാറ്റലൈറ്റ് വൈഫൈ ചെയ്ത് അന്നേരം മോന് മെസ്സേജ് ചെയ്യാൻ പറ്റിയത്. അതുവരെ ഒന്നുമില്ലായിരുന്നു. ബൽറാം നെടുങ്ങാടി ഉത്തരാഖണ്ഡിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഈ മലയാളികളെ സുരക്ഷിതമായി എയർലിഫ്റ്റ് ചെയ്ത് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. അവരുടെ പ്രതികരണം നമ്മൾ കണ്ടു. എന്താണ് പുതിയ വിവരങ്ങൾ? നാട്ടിലേക്ക് എപ്പോഴാണ് ഇവരെ എത്തിക്കുക? അത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ? ധരാലിയിലെ 4ാം ദിവസത്തെ രക്ഷാദൗത്യത്തിന്റെ വിവരങ്ങൾ കൂടി ബൽറാം. ബൽറാമിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ഉത്തരാഖണ്ഡ് ധരാലിയിലെ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഗംഗോത്രിയിൽ കുടുങ്ങിയ 22 മലയാളികളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എയർലിഫ്റ്റ് ചെയ്തവരെ ഉത്തരകാശിയിലെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഗംഗോത്രിയിൽ നിന്ന് സൈന്യത്തിന്റെ ഹെലികോപ്റ്ററിലാണ് ഇവരെ ഉത്തരകാശിയിലേക്ക് എത്തിച്ചത്. അതേസമയം തന്നെ ഈ ദുരന്തഭൂമിയായ ധരാലിയിൽ അവിടെ രക്ഷാദൗത്യം നടക്കുന്നുണ്ട്. ദൗത്യം 4ാം ദിവസത്തിലാണ്. കൂടുതൽ സംവിധാനങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് അവിടെ മണ്ണിനടിയിലടക്കം തെരച്ചിൽ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ ബൽറാം നെടുങ്ങാടി അല്പസമയത്തിനകം പങ്കുവയ്ക്കും. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, അത് പരിഹരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ബൽറാം, പുതിയ വിവരങ്ങൾ എന്താണ് ബൽറാം? റീജിത്ത്, ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്യപ്പെട്ട 22 മലയാളികളും നേരത്തെ ഈ അപകടമുണ്ടായ 5ാം തീയതി തന്നെ ഈ ഉത്തരകാശിയിലെ ഹോട്ടലിൽ മടങ്ങിയെത്തി. അന്ന് തന്നെ തിരികെ നേരത്തെ തീരുമാനിച്ചത് അനുസരിച്ച് അടുത്ത കേന്ദ്രത്തിലേക്ക്, തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഈ അപകടത്തെ തുടർന്ന് അവരുടെ 4 ദിവസത്തെ പരിപാടികൾ അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. സുരക്ഷിതരായി തന്നെ അവർ ITBP ക്യാമ്പിലും ആശ്രമത്തിലുമായി കഴിയുകയായിരുന്നു. ഇന്ന് രാവിലെ അവരെ എയർലിഫ്റ്റ് ചെയ്തു. ഉച്ചയോടെ ഹോട്ടലിലെത്തി 22 പേരും. ഇനിയുള്ള തീരുമാനം അവരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന 13ാം തീയതിയാണ് അവർക്ക് മടങ്ങിപ്പോകാനുള്ള, നാടുകളിലേക്ക് മടങ്ങാനുള്ള ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന ഇടങ്ങളിൽ സന്ദർശിച്ച ശേഷം മടങ്ങുക എന്ന ഒരു തീരുമാനത്തിലാണ്. എന്തായാലും എല്ലാവരും ഈ ദിവസങ്ങളോളം 4 ദിവസത്തോളമായി അവർക്ക് കുളിക്കാനോ മറ്റോ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സാഹചര്യമുണ്ട്. അവരുടെ വസ്ത്രങ്ങൾ അടക്കമുള്ളവ ഈ ഹോട്ടലിലായിരുന്നു. കൂടാതെ വലിയ ആശങ്കയിലായിരുന്നു അവരുടെ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അടക്കമുള്ളവർ. അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദിവസം മൊബൈൽ ഓഫായിരുന്നു. അവിടെ ഒന്നും തന്നെ നെറ്റ്വർക്ക് ഇല്ലാത്ത സാഹചര്യത്തെ തുടർന്ന്. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം വിശ്രമിച്ച ശേഷം തുടർന്ന് ഈ തീർത്ഥയാത്ര പൂർത്തിയാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് അവർ. അതേസമയം ഇപ്പോഴും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് ധരാലിയിൽ. അവിടെ സൈന്യത്തിന്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും സംഘങ്ങളാണ് തെരച്ചിൽ നടത്തുന്നത്. എന്നാലും ഇപ്പോഴും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ അവിടെ പ്രായോഗികമാകുന്നില്ല എന്നുള്ളതാണ്. ഇവയൊന്നും തന്നെ അവിടെ എത്തിക്കാൻ കഴിയുന്നില്ല. JCB അടക്കമുള്ള വലിയ യന്ത്രങ്ങൾ എയർലിഫ്റ്റ് ചെയ്യുക പ്രായോഗികമല്ല. അത് റോഡിലൂടെ തന്നെ എത്തിക്കേണ്ടതുണ്ട്. എന്നാൽ റോഡിൽ പലയിടത്തും ഇപ്പോഴും തടസ്സങ്ങൾ തുടരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം തന്നെ തകർന്ന പാലത്തിന് പകരം
ഒരു ബെയിലി പാലം നിർമ്മിക്കുക എന്നുള്ളതാണ്. അതിനായുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഇന്ന് വൈകിട്ടോടെ നിർമ്മിക്കാമെന്ന പ്രതീക്ഷയാണ് ഇതുമായി ബന്ധപ്പെട്ട ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പങ്കുവയ്ക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി ഉത്തരാഖണ്ഡിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പ്രധാനമാണ്. അത് ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.